ഹായ് എവ്രി വൺ. ഇന്നത്തെ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് ദ യൂണിറ്റ് 4 വർക്ക് ഈസ് വർഷിപ്പ്. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദി വർഷിപ്പ് ഏരിയാസ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്? ആരാധന അല്ലെ, ആരാധനാലയങ്ങൾ. പ്ലേസസ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് വർക്ക് ഈസ് വർഷിപ്പ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വർക്ക്, ജോലി ഒരു ആരാധനയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ഇമ്പോർട്ടൻസ് ആണ്, ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടോ. ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെതായ മാന്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട് പോവാം. Here are some pictures with dialogues. Read them carefully and answer the questions that follow. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡയലോഗ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ റീഡ് them carefully. Hello friends, come and enjoy the summer delights. Now we must collect food for the rainy season. So the grasshopper is calling the ant. അല്ലെ, ആന്റിനെ വിളിക്കുകയാണ് grasshopper. Enjoy the summer delights. ഈ ഒരു summer delights ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ആൻസ് പറയുന്നത്? No, we must collect food for rainy season. Rainy season വേണ്ടിയിട്ടുള്ള ഫുഡ് കളക്ട് ചെയ്യണം. ഗ്രാസ്ഹോപ്പർ എന്താ പറഞ്ഞത്? വൈ ബോദർ അബൌട്ട് റെയിനി ഡേയ്സ്? എന്തിനാണ് ഈ റെയിനി ഡേയ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ബോദർ ചെയ്യുന്നത്? വി ഹാവ് പ്ലെന്റി ഓഫ് ഫുഡ് നൗ. നമുക്കിപ്പോ ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടല്ലോ. വി ഹാവ് നോ ടൈം ടു പ്ലേ, വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. നമുക്ക് കളയാനായിട്ട് സമയമില്ല, അല്ലെങ്കിൽ കളിക്കാനായിട്ട് സമയമില്ല, നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ആൻസ് പറയുന്നത്. വൈ ഡു ദ ആൻസ് വർക്ക് ഹാർഡ്? എന്തുകൊണ്ടാണ് ആൻസ് വർക്ക് ഹാർഡ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ദി ഫുഡ് ഫോർ ദി റെയിനി സീസൺ അല്ലെ. റെയിനി സീസണിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കി വെക്കുന്ന തിരക്കിലാണ് ആൻസ്. വാട്ട് ഡു യു തിങ്ക് ദിസ് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ റെയിനി ഡേയ്സ്? റെയിനി ഡേയ്സിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? യെസ്, റെയിനി ഡേയ്സിൽ ദ ആൻസ് കനോട്ട് go out for food to collect food അല്ലെ. ഫുഡ് കളക്ട് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, മഴ ആയതുകൊണ്ട്. So they are collecting the food in the summer season itself. സമ്മർ സീസണിൽ തന്നെ അവര് ഫുഡൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. If you happen to see the grasshopper, what advice will you give? ഗ്രാസ്ഹോപ്പറിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ത് അഡ്വൈസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുക? എന്ത് ഉപദേശമായിരിക്കും കൊടുക്കുക? എന്തായിരിക്കും നിങ്ങൾ കൊടുക്കുക? യെസ്, യു വർക്ക് ഹാർഡ് നൗ അല്ലെ. യു വർക്ക് ഹാർഡ് ഇൻ ദ സമ്മർ സീസൺ. നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്കത് ഉപകരിക്കും അല്ലെ. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലില്ലേ, എന്താണ്? സമ്പത്ത് കാലത്ത് തൈപ്പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. അപ്പോൾ അതേപോലെ നമുക്ക് അധ്വാനിക്കേണ്ട സമയത്ത് നമ്മൾ അധ്വാനിക്കുക. യു ഹാവ് ടു വർക്ക് ഹാർഡ്. So when there is a crisis, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ the collected food will be useful to us. നമുക്ക് തന്നെ ആ ഒരു ഫുഡ് യൂസ്ഫുൾ ആവും അല്ലെ. അപ്പൊ അതാണ് ഈ ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാട്ടോ. Now look at the picture given here. What are these people doing? What is this boy doing? He is sweeping അല്ലെ. Sweeping the സ്പൈഡർ വെബ് അല്ലെ. സ്പൈഡർ വെബ് ഒക്കെ ഒന്ന് തൂത്ത് കളയാണ്. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? ഈ ഒരു വുമൺ, വാട്ട് ഈസ് ദിസ് വുമൺ ഡൂയിങ്? ഷീ ഈസ് വാഷിംഗ് ക്ലോത്ത്സ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദിസ് മാൻ, അല്ലെങ്കിൽ ദിസ് മാൻ ഡൂയിങ്? ഹി ഈസ് ഡൂയിങ് ഫാമിംഗ് ആക്ടിവിറ്റീസ്, കൃഷിപ്പണി അല്ലെ, അഗ്രികൾച്ചർ. ഹി ഈസ് ഡിഗിങ് സംതിങ്. അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദിസ് ഗേൾ ഡൂയിങ്? അപ്പൊ ഇതൊക്കെ എഴുതാട്ടോ. ആർ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി റെസ്പോൺസിബിൾ ഫോർ ദി വർക്ക് ഹിയർ? എല്ലാ മെമ്പേഴ്സും ഇവിടെ ജോലി ചെയ്യാൻ റെസ്പോൺസിബിൾ ആണോ? യെസ്, നമുക്ക് പറ്റുന്ന ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, നമുക്ക് കഴിയുന്ന. സോ യു ക്യാൻ, നിങ്ങൾ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, അമ്മേനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം അല്ലെ. സ്വീപ്പ് ചെയ്യാം, പിന്നെ മോപ്പ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ ചെയ്യാം. എല്ലാ മെമ്പേഴ്സും, എല്ലാ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും കൂടി ചെയ്താലാണ് ഇതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. എല്ലാവരും റെസ്പോൺസിബിൾ ആണ് അല്ലെ. എല്ലാവരും വൃത്തി വേണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും ആ ഒരു ജോലി അവരവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ്
chapter. The grain as big as a hen's egg. The grain as big as a hen's egg. നമുക്ക് chapter ഒന്ന് വായിച്ചു നോക്കിയാലോ? Farming is not merely an act of cultivating crops. It glorifies labor, helps to develop a concern for the fellow beings, and brings about a perfection to human life. Read the story and realize the importance of farming and its impact on our life and culture. So, this is a chapter about farming. Okay, farming ന്റെ meaning എന്ന് പറയുന്നത് എന്താണ്? Cultivating crops മാത്രമല്ല, it glorifies labor, help to develop a concern for fellow beings. നമ്മുടെ fellow beings-നോട് ഒരു attachment ഒക്കെ തോന്നുന്ന, ഒരു ഹ്യൂമൻ ലൈഫിന്റെ പെർഫെക്ഷൻ ഒക്കെ ബ്രിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് എന്താണെന്ന് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. So these boys are discussing something like, one day some children found in a ravine an object shaped like a grain of corn with a groove down the middle but as large as a hen's egg. So what is meant by ravine? Ravine എന്ന് പറഞ്ഞാൽ മലയിടുക്ക്. Okay, കുറച്ച് കുട്ടികൾ ഒരു ദിവസം they found something. എന്താണ്? An object shaped like a grain of corn. ഒരു ചോളത്തിന്റെ ഒരു ഗ്രെയിൻ പോലെയുള്ള ഒരു സംഭവമാണ് കണ്ടുപിടിച്ചത്. With a groove down the middle but as large as hen's egg. ഒരു കോഴിമുട്ടയുടെ വലിപ്പത്തിലുള്ള പക്ഷെ കുറച്ച് കുഴിയുള്ള പോലത്തെ ഒരു സംഭവം കണ്ടു. A traveler passing by saw it. അതിലെ പോയിട്ടുള്ള ഒരു ട്രാവലർ അത് കണ്ടു. He bought it from the children for a penny. ഒരു പെന്നിക്ക് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് ഈ ഒരു സംഭവം വാങ്ങിച്ചു അയാൾ. He took it to the town and sold it to the king as it was a curious one. അത് അദ്ദേഹം ടൗണിൽ കൊണ്ടുപോയി കിങ്ങിന് സെൽ ചെയ്തു. അതൊരു നല്ല അത്ഭുതകരമായിട്ടുള്ള ഒരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് സെയിൽ ചെയ്തു. The king called all his wise men and told them to find out what the thing was. ആ രാജ്യത്തെ രാജാവ് എന്ത് ചെയ്തു? എല്ലാ ബുദ്ധിമാന്മാരായ എല്ലാ വൈസ് മെന്നിനെയും വിളിച്ചു വരുത്തി അവരോട് കാര്യം പറഞ്ഞു. എന്നിട്ട് ഇതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. The wise men thought and thought but could not make head or tail of it. അതായത് ആ വൈസ്മെൻ, ആ ഒരു ബുദ്ധിമാന്മാരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ ആ കൊട്ടാരത്തില്, അപ്പൊ അവര് ചിന്തിച്ച് പക്ഷെ അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ വാലും തലയും കിട്ടിയില്ല എന്ന് പറയില്ല, അതേപോലെ അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. They did not understand that. A few days later, when the king was lying on a window sill, a hen flew in and pecked at it till she made a hole in it. Then everyone saw it was a grain of corn. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ later when the thing was lying on a window sill, അത് വിൻഡോയുടെ ആ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ ആ ഒരു എഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. A hen flew in, അകത്തേക്ക് ഒരു hen വന്നു, എന്നിട്ട് അത് കൊത്തി എടുത്ത് ഒരു ഹോളാക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? Everyone saw that it was a grain of corn. അതൊരു കോൺ ആയിരുന്നു. ഓക്കെ, ഗ്രെയിൻ ഓഫ് കോൺ ആയിരുന്നു, അതായത് ചോളത്തിന്റെ ഒരു മണി. ഓക്കെ. The wise men went to the king and said, it is a grain of corn. Wise men കിങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് പറഞ്ഞത്? അതൊരു ചോളത്തിന്റെ ഒരു കുരുവാണ് എന്ന് പറഞ്ഞു. At this, the king was much surprised. He ordered the learned men to find out when and where such corn grew. ആ സമയത്ത് കിങ്ങിന് ഭയങ്കര അത്ഭുതമായി പോയി. എന്താ? ഹി ഓർഡേർഡ്, അദ്ദേഹം ഓർഡർ ചെയ്തു. എന്താണ്? എവിടെയാണ് ഇത് വളരുന്നത്, ഈ ടൈപ്പ് കോൺ എവിടെയാണ് വളരുന്നത് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ദി ലേൺഡ് മെൻ പോണ്ടേർഡ് അഗെയിൻ. വീണ്ടും അവര് ആ വൈസ് മെൻ വീണ്ടും ചിന്തിച്ചു. ആൻഡ് സെർച്ച്ഡ് ഇൻ their books but could find nothing about it. അവരവരുടെ ബുക്കുകളിലൊക്കെ സെർച്ച് ചെയ്തു, പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ? No, but they could not find anything. So they returned to the king and said, എന്നിട്ട് അവര് കിങ്ങിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, we can give you no answer. ഞങ്ങൾക്ക് രാജാവിന് ഒരു ആൻസർ തരാനില്ല. There is nothing about it in our books. ഞങ്ങളുടെ ബുക്സിലൊന്നും ഇങ്ങനെ ഒരു കാര്യം പറയുന്നേ ഇല്ല.
You will have to ask the peasants. Perhaps some of them may have learned from their fathers when and where a grain grew to such a size. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങളുടെ ബുക്സിലൊന്നും കാണുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? രാജാവിനോട്, പെസൻസിനോട്, കച്ചവടക്കാരോട് ചോദിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ കൃഷിക്കാരുണ്ടല്ലോ, അവരോട് ചോദിക്കാൻ പറഞ്ഞു. സംടൈംസ് അവർക്ക് അവരുടെ ഫാദേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള അറിവുകൾ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ. So the king gave orders that some very old peasants should be brought before him. അപ്പൊ രാജാവ് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പെസൻസിനെ അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഓർഡർ ചെയ്തു. His servants found one such man and brought him to the king. He was old and bent, pale and toothless. He could just manage to totter into the king's palace with the help of crutches. അപ്പോൾ അങ്ങനെ അവിടുത്തെ ആ ഒരു ഓർഡർ ചെയ്തതിനനുസരിച്ച് സെർവൻസ്, കിങ്ങിന്റെ സെർവൻസ് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. ഓൾഡ് ആയിരുന്നു അദ്ദേഹം, നന്നായിട്ട് നല്ല വയസ്സായിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ ബെൻഡ് ആയിരുന്നു, നല്ല ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. പെയിൽ ആൻഡ് ടൂത്ത്ലെസ്, വിളറി വെളുത്തിട്ടുള്ള ഒരാളായിരുന്നു. അതായത് നന്നായിട്ട് പ്രായമുള്ള ആളായിരുന്നു. ടൂത്ത്ലെസ് ആയിരുന്നു. ഓക്കെ, ടീത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. He could just manage to totter into the king's palace with the help of crutches. Crutchesൽ ആണ് അദ്ദേഹം നടന്നിരുന്നത്, നടക്കാനൊന്നും പറ്റാത്ത ഒരാളായിരുന്നു. The king showed him the grain, but the old man could hardly see it. He took it, however, and felt in with his hands. The king questioned him, saying, അപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ തൊട്ടു നോക്കി. രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, Can you tell us, old man, where such grains grew? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഒരു ഗ്രെയിൻസ് എവിടെയാണ് വളരുന്നതെന്ന്? Have you ever bought such corn or sown it in your fields? രാജാവ് ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ ഒരു കോൺ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ വിതച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫീൽഡ്സിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഗ്രെയിൻ? The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. പക്ഷെ എന്ത് സംഭവിച്ചു? രാജാവ് പറയുന്നൊന്നും അദ്ദേഹത്തിന് കേട്ടില്ല. He was so deaf, നന്നായിട്ട് ചെവി കേൾക്കാത്ത ഒരാളായിരുന്നു. ഓക്കെ, ഒന്നും പറയുന്നതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. No, he answered at last, I never sowed or reaped any like this in my fields, nor did I ever buy any such. അവസാനം കുറച്ച് ഡിഫിക്കൽട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്താ ആൻസർ ചെയ്തത്? നോ, ഞാൻ ഇതേപോലത്തെ ഒരു ഗ്രെയിൻ ഞാൻ വിതച്ചിട്ടുമില്ല, അതുപോലെ തന്നെ ഞാനിത് കണ്ടിട്ടുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വാങ്ങിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. When we bought corn, the grains were always as small as they are now. But you might ask my father, he might knew where such grains grew. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഗ്രെയിൻസ് ഇത്രയും സ്മോൾ തന്നെയാണ് ഉണ്ടാവാറ്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അച്ഛനോട്, മൈ ഫാദറിനോട് ചോദിക്കാം, അദ്ദേഹത്തിന് അറിയുമായിരിക്കും ഈ ഗ്രെയിൻസ് എവിടെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. So we can do the activity 9. Read the following sentence from the story. The grain was as large as a hen's egg. We can split the sentence into two. എങ്ങനെയാണ് രണ്ടെണ്ണമായിട്ട് സെന്റൻസ് സ്പ്ലിറ്റ് ചെയ്യാം? The grain was large, a hen's egg was large. അടുത്ത നോക്കൂ, Kishore is tall. ഏതാണ്? ആനന്ദ് ഈസ് ടോൾ ടു, അല്ലെ? ആനന്ദ് ഈസ് ടോൾ ടു. അപ്പൊ എങ്ങനെ എഴുതുന്നത്? കിഷോർ ഈസ് ടോൾ ആസ് ആനന്ദ്, അല്ലെ? കിഷോർ ആനന്ദിന്റെ അത്ര തന്നെ ടോൾ ആണ്. അടുത്ത നോക്കാം, നിതിൻ ഈസ് യങ്. അടുത്ത ഏതായിരിക്കും? അതുൽ ഈസ് ഓൾസോ യങ്. നിതിൻ ഈസ് യങ് ആസ് as young as Adul. Okay, Nitin is as young as Adul. Adulന്റെ അത്ര തന്നെ പ്രായം കുറവായിരുന്നു നിതിനും. Okay. Tinduluka runs fast. A deer also runs fast. അപ്പൊ എങ്ങനെ പറയാം? Tinduluka runs fast as a deer. Okay. അടുത്തത്, Jasmine is beautiful. A lotus is also beautiful. അപ്പൊ എങ്ങനെ എഴുതാം?
A jasmine is as beautiful as a lotus. Okay. അടുത്ത നോക്കാം. A grain is small. An ant is small too. Okay. A grain is as small as an ant. Okay. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ ഇതേപോലെ ഇത് ഇതിൽ എടുത്തെഴുതുക കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അടുത്തത് നോക്കാം. Read the sentences given below. Rewrite them using hardly. One is done for you. Hardly വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു സെന്റൻസ് റീറൈറ്റ് ചെയ്ത് എഴുതണം. The king showed him the grain but the man could not see it. അപ്പൊ എങ്ങനെ മാറ്റി എഴുതാ? The king showed him the grain but the man could hardly see it. അടുത്തതോ? The old man was so deaf that he could not hear what the king said. അപ്പൊ എങ്ങനെ മാറ്റി എഴുതാം? The old man was so deaf that he could hardly hear what the king said. അടുത്തത് എങ്ങനെ എഴുതാം? The wise man thought for a long time but he could hardly make head or tail out of it. Next one. The learned men pondered again and searched in their books but could not find anything about it. The learned men pondered again and searched in their books but could hardly find anything about it. Next one. We knew nothing of money in our old days. അപ്പോൾ എങ്ങനെ എഴുതാം? We knew hardly of money in our old days. Okay? അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക കേട്ടോ. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയ അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.